ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഈ കഠിനമായ വേനൽ ചൂടിൽ തണുത്തൊരു മാങ്ങ ഫ്രൂട്ടി കുടിച്ചാലോ? അതും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ, ഒട്ടും മായം ചേർക്കാതെ വീട്ടിൽ തന്നെ കേട്ടോ. വെറും 3 ചേരുവകൾ കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡ്രിങ്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിവിടെ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 4 മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങയും 1 മാങ്ങ അത്ര പഴുപ്പില്ലാത്തൊരു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് കേട്ടോ ബെസ്റ്റ്. അതിൽ ചെറുതായിട്ടൊരു പുളി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് പഴുപ്പിലോട്ട് കിടക്കുന്ന ഒരു മാങ്ങ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം, അതിലോട്ട് ഈ കട്ടാക്കി വെച്ച നമ്മുടെ മാങ്ങ ചേർത്തി കൊടുക്കാം. ഫ്രൂട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമുള്ള നാരില്ലാത്ത മാങ്ങ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് കടയിലെ രുചി കിട്ടത്തുള്ളൂ. അല്പം പുളിയുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരൻ്റെ അളവ് എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. ഇവിടെ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരം കുറവായിരിക്കുമ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ എടുക്കുന്നതിനനുസരിച്ച് വെള്ളം അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ അടച്ചെടുത്തിട്ട് നമുക്കൊരു 2 വിസിലടിക്കണം കേട്ടോ. ഇനി എയറൊക്കെ പോയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ മാങ്ങയൊക്കെ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് തണുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊന്നും കളയരുത്, ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം മുഴുവനായിട്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു നാരങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുരു ഒന്നും പെടാതെ കേട്ടോ നമുക്ക് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇനിയൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ബ്ലെൻഡാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമ്മുടെ ഈ മാങ്ങയും അതിൻ്റെ വെള്ളവും ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തവണയായിട്ടാണ് കേട്ടോ ബ്ലെൻഡാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കിതൊന്ന് കുറച്ച് ബ്ലെൻഡാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതിന് നല്ലൊരു മഞ്ഞ നിറം വരാൻ കാരണം നമ്മൾ ചേർത്ത പഴുത്ത മാങ്ങയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നാച്ചുറലാണ്. ഇനി നമുക്ക് സെക്കൻഡും കൂടിയും ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നല്ല തിക്കായിട്ട് നല്ല കട്ടിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടിയും 1 ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാരയും നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർത്തി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലാതെ സാധാ നമ്മുടെ പച്ചവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്കൊരു പച്ചവെള്ളത്തിൻ്റെ ഒരു ചോയക്കാരം വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതേ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഇതേ ഒരു നമ്മളെ ഫ്രൂട്ടിയുടെ അതേ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ അരിച്ചെടുത്തത് കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനിത് അരിച്ചെടുത്തിട്ടാണ് ഈ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു നാരൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അരിച്ചെടുക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് അത്ര ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ, അത് നല്ലതാണ്. ഇനി ഇങ്ങനത്തെയൊക്കെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് ഈ ബോട്ടിൽസിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഷെയ്ക്ക് മേടിച്ച ഒരു ബോട്ടിൽസ് ആയിരുന്നു, കുട്ടീസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് ഇതിങ്ങനെ കഴുകി വെച്ച് ഞാനിവിടെ സ്റ്റോക്കാക്കി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് ഒഴിച്ചെടുക്കാം. ഓരോന്നിലായിട്ടും ഒഴിച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ പാത്രങ്ങളോ ഗ്ലാസ്സുകളോ അതിലൊക്കെ നമുക്കിത് ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച മുതൽ 10 ദിവസം വരെ ഇത് കേടാകാതെ ഇരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് എടുത്തുപയോഗിക്കാം. പുറത്ത് നിന്ന് വാങ്ങുന്ന ഡ്രിങ്ക്സിനേക്കാൾ എത്രയോ ലാഭകരവും ആരോഗ്യകരവുമാണിത്. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ നമുക്ക് ധൈര്യമായി ഈ മാങ്ങ ഫ്രൂട്ടി വിളമ്പാം. അപ്പോൾ നമ്മുടെ നല്ല തണുത്ത രുചികരമായ മാങ്ങ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറും ടെക്സ്ചറും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടി. ഒട്ടും പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ എത്ര വേണമെങ്കിലും ധൈര്യമായി നൽകാം. ഈ വേനൽക്കാലത്ത് എല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇത് കുടിച്ചു നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്.
ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.